ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് വെറുതെ സിറ്റ് ഔട്ടിൽ കയറിയതാണ്. അപ്പം നല്ല മേഘാവൃതമായ ആകാശമുണ്ട്, നല്ല കാറ്റുണ്ട്, പിന്നെ നല്ല ആസ്വദിക്കാൻ പറ്റിയൊരു മൂഡിലായിരുന്നു. അപ്പോൾ മുകളിൽ തന്നെ ഇരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കയറി വന്നത്. അപ്പോൾ പൂരത്തിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് നല്ലോണം ചെമ്പരത്തിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കി നോക്കി ചായ കുടിച്ചു. നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ കാറ്റിനൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്, താഴത്തായിട്ട് എല്ലാവരും ഉണ്ട്. ഞാൻ മുകളിലായി എന്ന് മാത്രമേ ഉള്ളൂ. കടിയൊന്നും എടുത്തില്ല കേട്ടോ, കട്ടൻ ചായ മാത്രമായിരുന്നു കുടിച്ചത്. കുറേ നാളെ കുടിക്കലുണ്ടായില്ല, ഇന്ന് ഒന്ന് കുടിക്കാൻ തോന്നി. പിന്നെ ഒന്ന് റെഡിയായി. കുറേ നാളിന് ശേഷം ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഏട്ടൻ 2 ദിവസമായിട്ട് ലീവാണ്. അപ്പോൾ ഏട്ടനെ കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇപ്പം ബിസി ആയിരിക്കും, പിന്നെ പണിക്ക് പോകും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി, ഒന്നുമില്ല, വെറുതെ ഒന്ന് നമ്മളുടെ തണലെക്കോ പാർക്കിലേക്ക് ഒന്ന് പോയി അവിടെ നിന്ന് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ട് അതുപോലെ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ കുഞ്ഞിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ കളി തന്നെ പറയണ്ടല്ലോ, പിന്നെ കുസൃതികൾ നിറഞ്ഞ നമ്മളെ കളികളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ 2 സൈഡും പുഴയായിട്ട് ഇങ്ങനെ പുഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഒരു തോണി വരുന്നുണ്ട്. തോണി കുറേ നേരം നോക്കി നിന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പണി. കുറേ നാൾ കൂടിയിട്ട് കിട്ടിയതല്ലേ, പിന്നെ കുറച്ച് വീഡിയോസ് നമുക്ക് എന്തായാലും വേണമല്ലോ. അങ്ങനെ വീഡിയോസ് എടുത്തു. പിന്നെ ഏട്ടൻ അങ്ങ് നടന്ന് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ അങ്ങത്തോളം നടന്നില്ല, കുറേ ആണുങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മടിയായി. അപ്പോൾ ഇത് തോണിക്കാരൻ ഭയങ്കര സ്പീഡിലാണെന്ന് തോന്നി വരുന്നത്. അപ്പോൾ ഇങ്ങനെ വേഗം വേഗം എത്തുന്നുണ്ടായിരുന്നു. കുറച്ച് സൂം ചെയ്ത് വന്നാലും കുറച്ച് നല്ല സ്പീഡിൽ തന്നെ വരുന്നുണ്ടെന്ന് തോന്നി. അപ്പോൾ കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അമ്മ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചപ്പാത്തിയൊക്കെ പരത്തി ചൂടാൻ തുടങ്ങി. എൻ്റെ ചപ്പാത്തിയുടെ ഷേപ്പ് ഒന്നും നോക്കണ്ട, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടായിരുന്നത്. 2-3 ഫ്ലോപ്പായിപ്പോയി. കുറച്ചൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ പരത്തി ഇങ്ങനത്തെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് രാവിലത്തെ പരിപാടികളാണ് കേട്ടോ. രാവിലെ തന്നെ ദോശയും പിന്നെ ചട്നിയല്ല, ചമ്മന്തി ആയിരുന്നു. ഇന്ന് രാവിലെ ചമ്മന്തിയും ദോശയും കൂടി ആയിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കെല്ലാം മാറിപ്പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു 10 മണി ആ ഒരു ടൈം ആയപ്പോൾ എനിക്കും അമ്മക്കും കൂടെ കടലമുട്ടായി കൊണ്ടു തന്നു. അപ്പോൾ കടലമുട്ടായൊക്കെ തിന്നാത്ത കുറേ കാലമായിട്ടാണ്. അപ്പോൾ കടലമുട്ടായി എടുത്തിട്ട് അത് കഴിച്ചു. പിന്നെ ഉച്ചക്കത്തെ പരിപാടികളായിരുന്നു. ഉച്ചക്ക് മീൻപൊരി ഉണ്ടായിരുന്നു. അയില നല്ല ഫ്രഷ് അയിലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഉണ്ടായിരുന്നത് സാമ്പാർ. ഇന്ന് സാമ്പാറാണ് വെച്ചത്. ഏട്ടൻ അയില കൂട്ടില്ല, അപ്പോൾ ഏട്ടന് കറി എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ സാമ്പാറെന്ന് വിചാരിച്ചു. പിന്നെ സാമ്പാറിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ നമ്മുടെ കൈപ്പക്ക വറവ് ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഇന്നലെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മളെ മാതള നാരങ്ങയില അതിൻ്റെ അച്ചാർ. പിന്നെ ഏട്ടന് വേണ്ടിയിട്ട് ഇന്നലത്തെ കുറച്ച് നത്തലിരിപ്പുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഏട്ടന് വേണ്ടി പൊരിച്ചു. ഏട്ടന് അതിലെ കൂട്ടിലല്ലോ, അപ്പോൾ ഏട്ടന് നത്തലും പൊരിച്ചു. അങ്ങനെ ലഞ്ചിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞിനെ കൂട്ടാൻ പോയി. കുഞ്ഞൻ രാവിലെ അങ്കൻവാടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഓനെയും കൂട്ടിയിട്ട് നമ്മുടെ റിസർച്ച് ലൈബ്രറിയിൽ പോയി. ഏട്ടൻ ഇവിടെ നിന്നാണ് ഒരു പുസ്തക പുഴുവായത്, ഇവിടെ നിന്നാണ്, ഇവിടുത്തെ വായന തുടങ്ങിയിട്ടാണ്. ഏട്ടനൊരു ഫ്രണ്ടും കൂടെ ഇവിടെ വരും, ബുക്ക് എടുക്കും, പിന്നെയും അത് വായിച്ച് തീർക്കും, അത് കൊണ്ടുവെക്കും, പിന്നെയും എടുക്കും, അങ്ങനെ. അപ്പോൾ ഓർമ്മകളൊക്കെ പുതുക്കാൻ കുറേ കാലമായി ഏട്ടനും കയറിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെയൊന്നും ഇതുവരെ കയറിയിട്ടില്ല. കറങ്ങാനൊക്കെ ഒരുപാട് പോകുമെങ്കിലും നമ്മൾ ഇവിടെയൊന്നും നമ്മൾ കയറില്ലല്ലോ, നമുക്കിതൊന്നും നമ്മളെ സ്ഥലമല്ലല്ലോ. അപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടനെയും കൂടെ കൂട്ടിയിട്ട് വന്ന ഏട്ടൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ നോക്കി. കുറേ ഏട്ടൻ്റെ അടുത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. വീട്ടിലൊരു മിനി ലൈബ്രറി ഉണ്ട്, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വൈകുന്നേരം നല്ല ചൂടിന് നല്ലൊരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിഞ്ഞാന്ന് പറിച്ച കപ്പക്ക ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കുറേ ദിവസം ഇങ്ങനെ കോക്ടെയിൽ ആക്കണം എന്ന് പറയുന്നു. അപ്പോൾ നല്ല തണുത്ത നല്ലൊരു കോക്ടെയിൽ ഉണ്ടാക്കി എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിലെ നാടൻ കപ്പക്കയാണ്, അതിനാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇതുവരെ കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. നല്ല ഒരു വ്യത്യാസവും, നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളി സാധനമായിരുന്നു. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കളർ ഒരു ഇച്ചിരി കുറഞ്ഞു പോയി, പാല് കൂടിയിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് കുടിക്കാത്തൊരു വലിയ മനുഷ്യനുണ്ട്, ആ മനുഷ്യന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ തന്നെ വത്തക്ക ജ്യൂസ് ആക്കുകയാണ് കേട്ടോ. സ്വന്തമായിട്ട് വത്തക്ക ജ്യൂസ് ഉണ്ടാക്കുകയാണ്. ഞാൻ മിക്സിയിലെടുത്തിട്ട് അടിച്ചിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ സ്വിച്ച് അവൻ തന്നെ ഇടണം നിർബന്ധം. അങ്ങനെ അവൻ കയറിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ അവന് തന്നെ ഉണ്ടാക്കണം നിർബന്ധമായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പിടിച്ച് നിർത്തി, ആയിക്കോട്ടെ എന്ന് വെച്ചു. അങ്ങനെ അവന് അതും ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ കുടിക്കുമ്പോൾ അവന് കൊടുക്കാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.